ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. പുതിയ തുടക്കം. ഓക്കെ, നിങ്ങളോ അവരോ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ആയിട്ട് ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കത്തിന് സാധ്യത കാണുന്നുണ്ട്. നാം തമ്മിൽ കണ്ടുമുട്ടേണ്ടിയിരുന്നില്ല. ഓക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ അവരുടെ ജീവിതമായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും ഇത്രയധികം മാറ്റങ്ങൾ വന്നതിന് ഒരു കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പൊ അവര് പറയാണ് കണ്ടുമുട്ടേണ്ടേയിരുന്നില്ല എന്ന്. എനിക്കിപ്പോൾ നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ഓക്കെ, അവരുടെ സാഹചര്യം ഇപ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കും. ഒരു പക്ഷെ നിങ്ങൾ കണ്ടുമുട്ടിയ സമയത്തോ അല്ലെങ്കിൽ പരിചയപ്പെട്ട സമയത്തോ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തോ ഉള്ള പോലത്തെ ഒരു സാഹചര്യം ആയിരിക്കില്ല അവരുടേത്. അപ്പോൾ അവരത് തുറന്നു പറയാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഹെൽത്ത് ഇഷ്യൂസ്, അവർക്കോ നിങ്ങൾക്കോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതായിരിക്കും കാരണം. ടീച്ചർ, പ്രൊഫസർ, നിങ്ങളുടെയോ അവരുടെയോ കരിയർ മേഖലകൾ ഇതായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനോട് ഇപ്പൊ മറ്റുള്ളവരെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അധ്യാപകരാവുക എന്നൊക്കെയുള്ള ഒരു സംഭവം നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കാം. അങ്ങനെയും വരാം. നിന്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് ഒരു ഒരു പോയിന്റിലെത്തി നിൽക്കാണ്. എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാ റിലേഷൻഷിപ്പിലും ആ ഒരു പോയിന്റ് വരും. ഈ പോയിന്റിലെത്തുമ്പോൾ പലർക്കും അതിനെങ്ങനെ നേരിടണം എന്ന് മനസ്സിലാവാത്ത ഒരവസ്ഥയിലും അവരെത്തി നിൽക്കും. അതാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ആ ഒരു സാഹചര്യം. ഏരീസ്, നിങ്ങളോ അവരോ ഏരീസ് എന്ന സോഡിയാക് സൈനിൽ ജനിച്ചവരായിരിക്കാം. ഫയർ സൈൻ ആണ്. ജീവിക്കണമെന്ന മോഹം എന്നിൽ വീണ്ടും ജനിപ്പിച്ചത് നീയാണ്. പക്ഷേ നിങ്ങൾ വന്നതിന് ശേഷമുള്ള അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ ചിന്താരീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പോഴും അവർ നല്ല രീതിയിൽ തന്നെയാണ് ഓർത്തെടുക്കുന്നത്. കണ്ടുമുട്ടേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ വന്നതുകൊണ്ടുള്ള മാറ്റങ്ങളാണ് അവർ പറയുന്നത്. ഐ ആം യൂസ്ലെസ്. നിങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർ ഒന്നിനും കൊള്ളാത്തവരാണ്. അങ്ങനെയൊക്കെ ഒരു ചിന്താരീതിയാണ് അവർക്കിപ്പോൾ. അതാണ് പ്രശ്നം. തീരുമാനം നിന്റേതാണ്. അതായത് ഇങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള എന്നെ നിനക്ക് വിവാഹം കഴിക്കണോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കണോ, അതോ ഇതിലും നല്ല ഒരു ബന്ധം, ഇപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർ കണ്ടുപിടിക്കുന്ന ഒരു ബന്ധം അത് തിരഞ്ഞെടുക്കണോ എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് അവർ.